നമസ്കാരം. നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചതിനു ശേഷം നിലവിൽ നേപ്പാളിലെ ഭരണ സ്തംഭനാവസ്ഥ മാറ്റാൻ ഒരു പേര് കൂടി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു. ബാലേന്ദ്ര ഷാ എന്ന ആളുടെ പേരാണ് വരുന്നത്. കാഠ്മണ്ഡുവിലെ 35 വയസ്സ് മാത്രമുള്ള മേയറാണ് ഇദ്ദേഹം. ബാലേന്ദ്ര ഷാ അല്ലെങ്കിൽ ബാലെ എന്നാണ് ഇദ്ദേഹത്തെ എല്ലാവരും വിളിക്കാറുള്ളത്. കാഠ്മണ്ഡുവിലെ തെരുവുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ഉയരുകയാണ്. ഒരു സ്വതന്ത്ര നിലയിൽ മേയർ എന്ന നിലയിൽ അദ്ദേഹം വളരെ മികച്ച ജോലി ചെയ്തു. സ്വന്തം യോഗ്യതയിലാണ് അദ്ദേഹം വിജയിച്ചതെന്നാണ് ജനങ്ങൾ പറയുന്നത്. 2022 കാഠ്മണ്ഡുവിന്റെ 15ാമത് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബാലെ രാഷ്ട്രീയ പ്രാധാന്യത്തിലേക്ക് ഉയർന്നു വന്നു. സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 1989 ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനം നേടുന്നത് അതിനുശേഷം അതാദ്യമായിരുന്നു ബാലയുടെ വിജയത്തിലൂടെ. എന്നാൽ മേയർ ആകുന്നതിന് മുൻപ് തന്നെ കഴിവുള്ള ഒരു റാപ്പർ എന്ന നിലയിൽ രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ബാല വലിയ രീതിയിൽ അറിയപ്പെട്ടിരുന്നു. മുഖ്യധാര ഹിപ് ഹോപ്പിൽ നിന്ന് മാറി അഴിമതി, യുവാക്കളുടെ നിരാശ, ദേശീയ അഭിമാനം, സാമൂഹിക നീതി തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. ഇപ്പോൾ നേപ്പാൾ ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രിയായി രാജ്യത്തെ നയിക്കാനല്ലെങ്കിൽ കുറഞ്ഞത് രാഷ്ട്രത്തിന് സുഗമമായ ഒരു പരിവർത്തനം സാധ്യമാക്കാൻ സഹായിക്കാനെങ്കിലും ബാലെ തയ്യാറാകണം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഉയർത്തിക്കൊണ്ട് ജെൻസി പ്രക്ഷോഭകർ പറയുന്നത്. സാമ്പത്തിക അസമത്വത്തിനും സർക്കാരിലെ അഴിമതിക്കുമെതിരെ പ്രതിഷേധിച്ച് യുവാക്കൾ നടത്തിയ ദിവസങ്ങളോളം നീണ്ടുനിന്ന ബഹുജന പ്രകടനങ്ങളെ തുടർന്നാണ് നേപ്പാളിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത്. സോഷ്യൽ മീഡിയയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കിനെതിരെയാണ് പ്രതിഷേധങ്ങൾ ആദ്യം ആരംഭിച്ചത്. തുടർന്ന് ഒരു വലിയ പൊതുപ്രചരണമായി ഇത് വ്യാപിക്കുകയായിരുന്നു. രാജ്യമെമ്പാടുമുള്ള പ്രക്ഷോഭമായി ഇത് മാറി കലാപഭൂമിയായി നേപ്പാൾ. പ്രതിഷേധക്കാർ കെട്ടിടങ്ങളും വാഹനങ്ങളും കത്തിക്കുകയും പൊതുസ്വത്ത് നശിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. വലിയ ജനസ്വീകാര്യത ലഭിച്ചൊരു കുറിപ്പായിരുന്നു അത്. പ്രിയപ്പെട്ട ജനറേഷൻ ഇസഡ്, നിങ്ങളുടെ കൊലയാളി രാജിവെച്ചു, ഇപ്പോൾ സംയമനം പാലിക്കുക എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ എഴുതിയത്. രാജ്യത്തിന്റെ പണത്തിന്റെ നഷ്ടം നിങ്ങളുടെയും നമ്മളുടെ സ്വത്തിന്റെയും നഷ്ടമാണ്. ഇനി നിങ്ങളുടെ തലമുറ രാജ്യത്തെ നയിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. 6 ലക്ഷത്തോളം ലൈക്കുകളും 75,000-ലധികം കമന്റുകളും നേടിയ പോസ്റ്റായിരുന്നു അത്. അത്ര പിന്തുണ അദ്ദേഹത്തിനുണ്ട്. കർണാടകയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ ആളാണ് ബാലെ. പിന്നീട് റാപ്പിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ആദ്യ വീഡിയോയായ സഡക് ബാലക്, തെരുവിലെ കുട്ടി, 12 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങിയിരുന്നു. കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ താമസിക്കുന്ന കുട്ടികളുടെ ദുരവസ്ഥ ഈ ഗാനം എടുത്തു കാണിക്കുന്നു. ദാരിദ്ര്യം, വിശപ്പ്, രാഷ്ട്രീയ വിഭാഗത്തിൽ നിന്നുള്ള അവഗണന എന്നിവയുമായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം ഇത്തരം ഗാനങ്ങളിലെല്ലാം പ്രമേയമായി. അദ്ദേഹത്തിന്റെ ഏറ്റവും ജനപ്രിയ ഗാനമായ ബലിദാൻ അഥവാ ത്യാഗം എന്ന വീഡിയോയ്ക്ക് 11 ദശലക്ഷം കാഴ്ചക്കാരുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന്റെ പിന്തുണക്കാരെ നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ സ്മാർട്ടായ വരികളോ റാപ്പോ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറാണ്. മേയറായിരുന്ന തന്റെ ചുരുങ്ങിയ കാലയളവിൽ യുവാക്കളെ ആകർഷിക്കുന്നത് രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. കൃത്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. ട്രാഫിക് ലൈറ്റുകളും ഫുട്പാത്തുകളും മെച്ചപ്പെട്ട റോഡുകളും എല്ലാം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായി. മെച്ചപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വം, ശുദ്ധമായ കുടിവെള്ളം, അനധികൃതമായ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കലുമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. എന്തായാലും മേയർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കാലാവധിക്ക് വലിയ സ്വീകാര്യതയാണ് നേപ്പാളിൽ ലഭിച്ചത്. 2023 ടൈംസിന്റെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ അദ്ദേഹവും ഉൾപ്പെട്ടിരുന്നു. എന്തായാലും ബാലേന്ദ്ര ഷാ ചർച്ചയിലേക്ക് വരികയാണ്. അടുത്ത പ്രധാനമന്ത്രി അദ്ദേഹം ആകണം, അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായൊരു ഭാഗം അദ്ദേഹം വഹിക്കണമെന്ന് തന്നെയാണ് ജെൻസിയുടെ ആവശ്യം.